ക്ഷമയോടെ എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി. അങ്ങനെ 2 അഡ്വക്കേറ്റുകളിൽ നിന്നും കേസുകൾ തിരികെ വാങ്ങി മൂന്നാമത്തെ വക്കീലിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ദീപ ശ്രീനിവാസൻ എന്ന വക്കീലിനെയാണ് നമ്മൾ കേസ് ഏൽപ്പിച്ചത്. നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച, നല്ല രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീലായിരുന്നു. ആദ്യം ഞാൻ കൊല്ലം സെഷൻ കോടതിയിലെ SC 882/17 ആ കേസാണ് ഏൽപ്പിച്ചത്. അത് എൻ്റെ മകളുടെ കേസായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറെ സജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചത്. നല്ല രീതിയിൽ തന്നെയാണ് കേസ് നോക്കിയത്. അത് കഴിഞ്ഞ് അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. പിന്നെ ഡൈവേഴ്സ് കേസും പഴയ വക്കീൽ ഒരുപാട് വലിച്ചിഴച്ച് കൊണ്ടുപോയി എനിക്ക് പണി തരാനൊക്കെ നോക്കി. അവർക്ക് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, മറ്റേത് കൊടുക്കണം, മറിച്ചേത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എന്ത് കാരണത്താൽ? സ്വന്തം മകളെ കൊന്ന് കെട്ടിത്തൂക്കിയവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? അങ്ങനെ വല്ല നിയമമുണ്ടോ കൊടുക്കണമെന്ന്? അല്ലാതെ അടിയോ പിടിയോ ഉണ്ടായി പോയതല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചിലവർ കൊടുക്കാതിരുന്നിട്ടൊന്നും പോയതല്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ലീവിന് ചെന്ന സമയത്തായിരുന്നു കേസിൻ്റെ ഡേറ്റ്. ഞാൻ കോടതിയിൽ ഹാജരായി, എതിർ കക്ഷികൾ വന്നില്ല. അങ്ങനെ ഉടൻ തന്നെ അടുത്ത ഡേറ്റ് വെച്ചു. അന്നും എതിർ കക്ഷികൾ കോടതിയിൽ ഹാജരായില്ല. കോടതി പറഞ്ഞു തെളിവുകൾ ഹാജരാക്കാൻ. നമ്മളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു, അത് ഹാജരാക്കി. മൂന്നാമത്തെ പ്രാവശ്യവും എതിർ കക്ഷികൾ വന്നില്ല. അപ്പോൾ നമ്മുടെ വക്കീലിന് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചു. അങ്ങനെ ഡൈവേഴ്സായി. നല്ല ആത്മാർത്ഥമായിട്ട് കേസ് നോക്കുന്ന ഒരു വക്കീലാണ് ദീപ ശ്രീനിവാസൻ. എന്നെ ഒരു സഹോദരനെ പോലെ കരുതി. ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്, പറയാം. കേസ് 1 കഴിഞ്ഞതേ ഉള്ളൂ, ഡൈവോഴ്സ്. ഇനിയും കിടക്കുകയാണ് 2-3 കേസുകൾ. എല്ലാം പറയേണ്ടത് കൊണ്ട് നിങ്ങൾ ക്ഷമയോടെ എന്നെ കേൾക്കുന്നതിന് നന്ദി. ഇനി തുടരും, കാര്യങ്ങളുണ്ട്. എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വാസത്തോടെ വീണ്ടും കാണാം.